Hi all, magic morning. Yes, ma'am. Magic morning to all. നോർമലി നമ്മുടെ പ്രവീണ മാമിന്റെ സെഷൻ വരാറ് വെനസ്ഡേ ആണ്. മാമിന് ചെറിയൊരു അതായത് ഒന്നാമത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നത്തെ സെഷൻ വരുന്നത് പ്രവീണ മാമിന്റെ സെഷനാണ്. സോ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Good morning, Mafida. Thank you so much. Good morning, ma'am. Good morning. Thank you. എല്ലാവർക്കും ഇന്നത്തെ പ്രഭാതത്തിലേക്ക് നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ടോപ്പിക് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക് തന്നെയായിരിക്കും തീർച്ചയായും. കാരണം നമുക്ക് എല്ലാവർക്കും അണ്ണോൺ അറിയാത്തതിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. എന്താകും, ഇതെങ്ങനെയാകും, എന്റെ ഫ്യൂച്ചർ എന്താകും എന്ന് ഓർത്ത് ഒരുപാട് നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ചില മിറാക്കിൾസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്കിൽ പറയുന്നത്. ദ അൺനോൺ. വൺസ് യു ഹാവ് ദ കറേജ് ടു എംബ്രേസ് ദ അൺനോൺ, ഫെയ്ത്ത് ഇൻ അൺനോൺ, യു ക്യാൻ എക്സ്പീരിയൻസ് ദ മിറാക്കിൾസ് എന്ന് പറയുന്നത്. അതായത് അറിയാത്തതിനെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ, നിങ്ങൾക്കതിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് മിറാക്കിൾസ് തന്നെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതിലേക്ക് ഒരു കഥയാണ് ഞാൻ പറയുന്നത്. കഥ എന്ന് പറയുമ്പോൾ ഒരു ജീവിത കഥ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഷെയർ ചെയ്ത ഒരു കഥയാണ്. വ്യക്തിയുടെ പേരോ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആ വ്യക്തി ഇപ്പോഴും വളർച്ചയുടെ ഒരു പടവുകളിലാണ്. ഒന്നും അറിയാത്തതിനെ സ്നേഹിച്ച് തന്റെ ജീവിതത്തെ വലിയ വലിയ വിജയങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ ഒരു കഥയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവമാണ് ആദ്യം നമ്മളുടെ ഈ അൺനോണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ഐശ്വര്യവും എല്ലാ സന്തോഷവും നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിനിടയ്ക്കാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മകനെയും ഭർത്താവിനെയും അവർക്ക് നഷ്ടപ്പെടുന്നത്. അവരൊരു ബിസിനസ്സുകാരായിരുന്നു. അച്ഛനും മകനും കൂടി തന്നെയാണ് ആ ബിസിനസ് നടത്തുന്നത്. ഒരു ആക്സിഡന്റിൽ വെച്ച് രണ്ടുപേരും മരണപ്പെട്ടപ്പോൾ അവരാരംഭിച്ച ആ ബിസിനസ് വലിയ ഒരു തകർച്ചയിലേക്കാണ് കടന്നുപോയത്. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടായിരുന്നു അവർ ആ ബിസിനസ് തുടങ്ങിയിരുന്നത്. ഒരു നല്ലൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലൊരു ആഘാതം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കയ്യിലുള്ളതെല്ലാം വിറ്റാണ് അതിന്റെ കടങ്ങളെല്ലാം വീട്ടിയത്. ഇപ്പോ അവര് നിൽക്കുന്ന ഒരു വാടക വീട്ടിലാണ്. അവിടെ നിൽക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. അവിടെ നിന്നാണ് അത്രേ അവർ അറിയാത്തതിനെ കുറിച്ച് സ്നേഹിച്ചു തുടങ്ങിയത്. കാരണം അതുവരെ താങ്ങും തണലായി ഭർത്താവും മകനും ഉണ്ടായിരുന്നു. ഈ കടം വന്നതിന് ശേഷം അവരുടെ കടങ്ങളെല്ലാം തങ്ങളുടെ ബാധ്യതയെ മാറുമോ എന്നാലോചിച്ച് സ്വന്തം കൂടപ്പിറപ്പുകളും കുടുംബക്കാരും എല്ലാം മാറി നിന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ തന്റെ എല്ലാ സമ്പത്തും വിറ്റുപെറുക്കി കടങ്ങളെല്ലാം വീട്ടി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നവർ പറയുന്നത്. പക്ഷെ അപ്പോഴും അവർ പറയുന്നത്, എനിക്കറിയില്ല ഇനി എങ്ങോട്ട് പോകണമെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, നാളെ എന്താകും എന്നും എനിക്കറിയില്ല. പക്ഷെ ഓരോ നിമിഷവും അറിയാത്തതിനെ അവർ ആ നിമിഷം മുതൽ സ്നേഹിച്ചു തുടങ്ങുകയായിരുന്നു എന്ന് അവർ ഷെയർ ചെയ്യുന്നുണ്ടായി. അതായത് എനിക്കറിയാത്തതിനെ കുറിച്ച് നാളെ എന്താവും, എന്റെ അന്നത്തിനുള്ള വക പോലും എങ്ങനെ കണ്ടെത്തും എന്നറിയാത്തൊരവസ്ഥയിൽ അൺനോണിനെ ഞാൻ എംബ്രേസ് ചെയ്യാൻ അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നവർ പറയുന്നുണ്ട്. അതായത് അറിയാത്തതിനെ ഞാൻ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. നാളത്തെ കാര്യം അത് നാളെ, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നോർത്ത് അവർ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് അറിയാത്തതിനെ കുറിച്ച് പൂർണ്ണമായി സമർപ്പിക്കാൻ അവരവിടെ തയ്യാറായി. ഒരു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വ്യക്തികൾ ടെൻഷൻ അടിക്കുന്നത് ഈ അറിയാത്തതിനെ കുറിച്ചാണ്. ഒരുപക്ഷെ കോവിഡ് കാലത്ത് പോലും നമ്മൾ എല്ലാവരും അതൊരവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട്. നാളെ എന്താവും ലോകം എന്നോർത്ത് ഒരുപാട് ടെൻഷനിലൂടെ ജീവിതം നഷ്ടപ്പെട്ട വ്യക്തികളുമുണ്ട്. അസുഖമൊന്നും ഇല്ലാതിരുന്നിട്ടും ഈ അൺനോണിനെ കുറിച്ച് ആവലാതി കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ മൺമറഞ്ഞു പോയ ചരിത്രം നമ്മൾക്ക് മുന്നിലുണ്ട്. ഈ അൺനോണിനെ എങ്ങനെ എംബ്രേസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ
അതിന് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. എങ്ങനെയാണ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിനും ഞാനൊരു സെൻ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതായത് ഒരു സെൻ മാസ്റ്റർ എടുത്ത് ഒരു സ്കോളർ, ഒരു പണ്ഡിതൻ ഒരിക്കൽ അപ്രോച്ച് ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ എത്തിയിട്ട് പറയുന്നത്, സെൻ മാസ്റ്ററോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ സെൻ അങ്ങയുടെ ജീവിതത്തെ കുറിച്ച് എങ്ങനെയാണ് ഇത്രയും ശാന്തമായ ഒരു മനസ്സിലൂടെ, ശാന്തമായ അവസ്ഥയിലൂടെ അങ്ങ് കടന്നു പോകുന്നത് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് സെൻ മാസ്റ്ററോട് ഈ സ്കോളർ അല്ലെങ്കിൽ പണ്ഡിതൻ ആവശ്യപ്പെട്ടപ്പോ സെൻ മാസ്റ്റർ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പറഞ്ഞു തുടങ്ങിയപ്പോ മുതൽ സെൻ മാസ്റ്റർ, അതായത് ഈ ഒരു മാസ്റ്റർ കണ്ടെത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്കോളർ പറയുന്നതിനെല്ലാം തന്നോടൊപ്പം ഇരുന്ന് സംസാരിച്ച് തന്റെ അറിവുകളെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തനിക്ക് അറിയാത്തതിനെ കുറിച്ചാണ് ഈ സ്കോളർ, ഈ പണ്ഡിതൻ പഠിക്കാൻ ഈ സെൻ മാസ്റ്റർ അടുത്ത് വന്നത്. പക്ഷെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളോ കേൾക്കുന്ന ഓരോന്നിനെ കുറിച്ചും ആ സമയത്ത് തന്നെ അതിന് മറുപടിയും അതിനൊരു റെസ്പോൺസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ സെൻ മാസ്റ്റർ തന്റെ സംസാരം അവിടെ നിർത്തിയിട്ട് ഈ പണ്ഡിതനുമായി ഒരു ഭക്ഷണത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അവിടെ ചെന്ന് ആദ്യം അദ്ദേഹം ഒരു പാനീയം നൽകാൻ ഒരു 2 ഗ്ലാസ് നിരത്തി വെച്ചു. ആ ഗ്ലാസ്സിലേക്ക് ആ പാനീയം കുടിക്കാനായി സെൻ മാസ്റ്റർ തന്റെ പോട്ടിലുള്ള പാനീയം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു തുടങ്ങിയപ്പോ കുറച്ചു കഴിഞ്ഞത് പകുതിയായി, അത് മുഴുവനായി പതുക്കെ പതുക്കെ അത് പുറത്തേക്ക് ഒഴുകി തുടങ്ങി. പുറത്തേക്ക് ഒഴുകുക മാത്രമല്ല, അത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രതലത്തിൽ നിന്നും അത് താഴേക്ക് ഒഴുകാൻ തുടങ്ങി. താഴേക്ക് ഒഴുകിയെത്തി പണ്ഡിതൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക് പോലും തട്ടി അത് വൃത്തികേടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി തുടങ്ങിയപ്പോൾ പണ്ഡിതൻ പെട്ടെന്ന് ആക്രോശിക്കുകയാണ്. താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വല്ലാതെ ബഹളം വെക്കുകയാണ്. ഇത് കണ്ടപ്പോ സെൻ മാസ്റ്റർ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് കൂടുതൽ, അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അറിയാത്തതിനെ കുറിച്ച് നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സം സ്പേസ് ഓർ എംപ്റ്റി യുവർ സ്പേസ് ഓർ എംപ്റ്റി യുവർ കപ്പ്. നിങ്ങൾക്ക് അറിയുന്നതിനെ കുറിച്ച് എല്ലാം അവിടെ മാറ്റിവെക്കുക. ഞാൻ എന്തിനെ കുറിച്ചാണോ അറിയാൻ ശ്രമിക്കുന്നത്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ആവശ്യമായ ഒരു സ്പേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സ്വീകരിക്കാൻ ആദ്യം തയ്യാറാവുക. ഈ സ്വീകരിക്കാൻ ആദ്യം, അറിയാത്തതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കണമെങ്കിൽ അതിനൊരു മാനസികമായ തലത്തിലേക്ക് ഉയരണമെന്നുണ്ട്. അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ശാന്തമായ ഒരു മനസ്സ് തയ്യാറാക്കണം. നമുക്ക് അറിയുന്ന കാര്യങ്ങളെ ചിലപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നേക്കാം. ഒരു പക്ഷെ നമ്മുടെ മൊബൈലിലെല്ലാം നമ്മൾ ചെയ്യാറുള്ളതും അതാണ്. അവിടെ സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ കൂടുതൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ സ്പേസ് കാണിക്കും. ദിസ് വീഡിയോ ഈസ് cannot be shown because there is no space. ഇവിടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ സ്പേസ് ആവശ്യമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് സ്പേസ് കാണിക്കുക അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാക്കുക എന്നാണ്. നമ്മുടെ മനസ്സിലും അറിയാത്തതിനെ കുറിച്ച് ആവലാതി ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സുലേഹാബി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം സ്പേസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാം അറിയാത്തതിലേക്ക് മുന്നോട്ട് നടക്കാൻ ആവശ്യമായ അറിവുകൾ നമ്മളിലേക്ക് വന്നു ചേരും എന്ന് സൈക്കോളജി പറയുന്നു. അവിടെയാണ് അത്ര മിറാക്കിൾസ് ഒളിഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, താങ്ക് യു, ഇറ്റ്സ് ഓക്കെ. അപ്പൊ അറിയാത്തതിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് കുഞ്ഞുങ്ങളെ കുറിച്ച്, എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും എന്നോർത്ത് അവലാതിപ്പെടുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ എന്റെ കുഞ്ഞ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുക. അത് അറിയാനുള്ള ഒരു ആഗ്രഹമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അത് ആ വ്യക്തിയിൽ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിലുള്ള എനിക്ക് ആവശ്യമായ എന്ത് കഴിവുകളാണ് എന്നിൽ കൂടുതൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ
ഞാൻ എന്നിലേക്ക് ഇറങ്ങി ചെല്ലുക. ഞാൻ നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നും അതിലേക്ക് ആവശ്യമായ ഇൻപുട്ട് എന്തെല്ലാം നൽകാമെന്നും ഞാൻ ആദ്യം ചിന്തിക്കണം എന്നർത്ഥം. അല്ലാതെ നാളെ ഇതിൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് അവിടെ ഒരു സ്പേസ് കൊടുക്കുക. കുറച്ച് ശാന്തമായി മനസ്സിനെ വിട്ടുകൊടുക്കുക. എനിക്കറിയില്ല നാളെ ഇതിന് എന്ത് ചെയ്യും. ഒരുപക്ഷെ ഒരുപാട് കടക്കണിയിലായിരിക്കുന്നവർ പോലും ചിന്തിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഈ മനസ്സിനെ ആവലാതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോ എന്റെ കയ്യിൽ ഇതിനു വേണ്ടി എന്തുണ്ട്, അതിനു വേണ്ടി ആ കാര്യങ്ങൾ ഞാൻ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യാനാകും എന്ന് മാത്രം ചിന്തിക്കുന്നു. ഒരു പക്ഷേ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം എഴുതിയ എക്കാർട്ട് ടോലെ പോലും ഇത്തരം ഒരു അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട്. നാസി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ വഴികളൊന്നുമില്ലായിരുന്നു. ഒരു പക്ഷെ തന്റെ പ്രബന്ധങ്ങളെല്ലാം എഴുതി ചേർത്ത പുസ്തകം പോലും നാസി ക്യാമ്പിൽ വെച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ അപ്പോഴും അദ്ദേഹം ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നതിന് അപ്പുറം ഞാൻ എഴുതി ചേർത്തത് കത്തിപ്പോയെങ്കിലും അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെട്ടുവെങ്കിലും അത് ഞാൻ എഴുതിയതാണ്. ആ സത്ത് എന്റെ ഉള്ളിലുണ്ട്. അത് തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നിടത്താണ് എനിക്ക് അൺനോണിനെ എംബ്രേസ് ചെയ്യാനും അവിടെയുള്ള മിറാക്കിൾസിനെ തിരിച്ചറിയാനും പറ്റുന്നത്. ഇപ്പോ എന്റെ അവസ്ഥ എന്താണ്, എനിക്കറിയാവുന്നത് എന്താണ്, ഞാൻ പഠിക്കേണ്ടത് എന്താണ്, ഞാൻ തിരിച്ചറിയേണ്ടത് എന്താണ്, ഞാൻ എവിടെ നിന്നൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാത്തതിനെ കുറിച്ച് ആവലാതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എംബ്രേസ് ദ അൺനോൺ എന്ന് പറയുന്നത്. അറിയാത്തതിനെ കുറിച്ച് ആവലാതിപ്പെടുന്നതിന് പകരം അതിനെ കൂടുതൽ എംബ്രേസ് ചെയ്യുക. ഒരു പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നത് ഒരു ടൂറ് പോകുമ്പോഴായിരിക്കും. നമുക്കറിയില്ല ആ സ്പേസിൽ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെങ്കിൽ. പക്ഷെ നമ്മൾ ആ ടൂറ് പോകുമ്പോൾ അറിയാത്തതിനെ കുറിച്ച് എംബ്രേസ് വളരെയധികം എക്സൈറ്റഡ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവിടെ എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും, അപ്പൊ അതിന്റെ ഒരു മൂഡിലേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരം ഒരു ചിന്തയിലേക്ക് എനിക്കറിയാത്തതിനെ കുറിച്ച് അറിയാൻ എനിക്ക് ഇന്ന് ഇപ്പോ എനിക്ക് അവസ്ഥയിൽ എനിക്ക് നിക്ഷിപ്തമായിരിക്കും എന്നിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് ആദ്യം തിരിച്ചറിയുക. അവിടെ ചെയ്യാൻ എനിക്ക് എന്താകുമെന്ന് നോക്കുക. നമ്മുടെ ചുറ്റുമുള്ള സോഴ്സസിനെ ഒന്ന് തിരിച്ചറിയുക. കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ ഉപയോഗിച്ചു ഇപ്പോ ഞാൻ എനിക്കറിയാത്ത അവസ്ഥയിലേക്ക് പോകാനായി എനിക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിനെ തിരിച്ചറിയാൻ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും എംപ്റ്റി ആക്കുക. ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. കുറച്ചു സമയം മനസ്സിനെ അതിലേക്ക് വിട്ടുകൊടുക്കുക. ശാന്തമായിരിക്കുക. നാളത്തെ കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് ഇപ്പോ ഈ നിമിഷം എന്റെ കയ്യിലുള്ള ഇത്തരം സോഴ്സുകളെ കുറിച്ച് മാത്രമാണ്. അതിനെ ഏതൊക്കെ രീതിയിൽ ഭംഗിയാക്കാമോ അതിനെ ഏറ്റവും അധികം രീതിയിൽ ഭംഗിയാക്കുമ്പോൾ നാളത്തെ ആ ചവിട്ടുപടിയിലേക്കുള്ള ഒരു വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ഒപ്പം ഇത്തരം ഒരു അഫർമേഷനും നിങ്ങളെ അതിന്റെ കൂടുതൽ കൈപിടിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. അറിയാത്തതിനെ കുറിച്ച് ഒരുപാട് അപരാധിപ്പെടുമ്പോൾ എല്ലാം ഈശ്വരനെ സമർപ്പിച്ച് ഇത്ര മാത്രം പറയുക. ഐ ഡോണ്ട് നോ മൈ ഡിയർ ഐ ഡോണ്ട് നോ ഹൗ. നാളെ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വോണ്ട് ടു ഫൈൻഡ് മൈ ഹയസ്റ്റ് സെൽഫ്. നാളെ സെൽഫിനെ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതെങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് പൂർണ്ണമായും അങ്ങിൽ സമർപ്പിക്കുന്നു. ഐ വോണ്ട് ടു ഫൈൻഡ് മൈ ട്രൂ പവർ. നാളത്തേക്കുള്ളതിനെ കുറിച്ച് ആവലാതി പറയുന്നതിന് പകരം നാളെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന്റെ ട്രൂ സെൽഫിലേക്ക്, എന്റെ ട്രൂ സെൽഫിലേക്കും ഏറ്റവും വലിയ പവറിലേക്കും കൊണ്ടെത്തിക്കാൻ ആവശ്യമായത് എനിക്ക് നൽകിയാലും എന്ന് ഈശ്വരനിലേക്ക് പറഞ്ഞ് സമർപ്പിക്കുക. ഒപ്പം ഇതും കൂടി കൂട്ടിച്ചേർക്കുക. ഐ ആം ഗോയിങ് ടു ആസ്ക് യു ടു പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി എനിക്കറിയാത്തതിനെ കുറിച്ച് അങ്ങ് ചേർത്തെടുത്താലും to make evidently clear, make it a clear path for me. എനിക്ക് അറിയാത്തതിനെ കുറിച്ച് ഞാൻ ആവലാതിപ്പെടുന്നത് എന്തിനെ കുറിച്ചാണോ
ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിച്ച് ആവലാതിപ്പെടുന്നതെങ്കിൽ എനിക്കറിയാത്തതിനെ കുറിച്ചുള്ള ഒരു വഴിയിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു വഴി, ഒരു ഡോർ എനിക്കായി തുറക്കപ്പെട്ടാലും എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനെ അതിൻ്റെതായ രീതിയിൽ വിട്ടുകൊടുക്കുക. ഒപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എനിക്കറിയാം ഇത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. I am so happy and grateful that this problem or this unknown is already solved. താങ്ക് യു എന്ന് പറഞ്ഞ് വേണം ആ അഫർമേഷൻ അവിടെ അവസാനിപ്പിക്കാൻ. എങ്കിൽ മാത്രമേ അറിയാത്തതിനെ കുറിച്ചുള്ള ആവലാതികളിൽ നിന്നും നമുക്ക് പൂർണ്ണമായും പുറത്തു വരാനാകൂ. എങ്കിൽ മാത്രമേ ഇപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായും വിജിലന്റ് ആവുകയും അതിലെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഓർത്ത് അതിനെ ഏറ്റവും ഭംഗിയുള്ള മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് there are so many miracles there in unknown. So ഒരിക്കലും അറിയാത്തതിനെ കുറിച്ച് ഭാവിയെ കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം അതിനെ പൂർണ്ണമായും സ്വീകരിക്കുക, എംബ്രേസ് ചെയ്യുക, ചേർത്ത് പിടിക്കുക സന്തോഷത്തോടു കൂടി. കാരണം അതിൽ ഒരുപാട് അറിയാത്തതിന്റെ ഉള്ളിൽ ഒരുപാട് മിറാക്കിൾസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ മിറാക്കിൾ സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ ലഭ്യമായ മിറാക്കിൾസിനെ തിരിച്ചറിഞ്ഞേ പറ്റൂ. അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ മാധുര്യം പോലും നുണയാൻ സാധിക്കൂ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ സ്റ്റക്കാണ്, അറിയില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന്. ആ അറിയാത്തതിനെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. അപ്പൊ അറിയാത്തതിലേക്ക് നടന്നെടുക്കാനുള്ള ചവിട്ടുപടികൾ നിങ്ങളുടെ മുന്നിൽ വ്യക്തിയുടെ രൂപത്തിലോ അവസരങ്ങളുടെ രൂപത്തിലോ തുറക്കപ്പെടും. അതിനായി മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങളും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. ഇത്തരം ഒരു അവസ്ഥയെ ഒന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് അതിന്റെ ഒരു മാധുര്യവും കൂടുതൽ അറിയാത്തതിനെ കുറിച്ച് ചേർത്ത് പിടിക്കാനുള്ള ഒരു ധൈര്യവും കരുത്തും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. എന്തായാലും അൺനോൺ എന്ന് പറയുമ്പോൾ അതൊരു മിറാക്കിൾസിലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഓർക്കുക. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ബുധനാഴ്ച എന്റെ ക്ലാസ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അൺനോൺ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഓർക്കാതെ അപ്പോ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചപ്പോൾ വി മാജിക്കിന്റെ അജിഷയാണ് ആദ്യം വിളിച്ചത്. എന്റെ അവസ്ഥ ഇപ്പോ ഇങ്ങനെയാണ്, അപ്പോ നാളെ എന്ത് ചെയ്യും എന്ന് ഓർക്കുന്നതിന് പകരം എനിക്ക് അവിടെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു വഴി ആ വ്യക്തിയുടെ കയ്യിലുണ്ട്. ആ വ്യക്തിയിൽ ഞാൻ ആ വ്യക്തി എന്ന് പറഞ്ഞത് ഇത്ര മാത്രം. തീർച്ചയായിട്ടും ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്താം. കണ്ടോ, ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഞാൻ ആവലാതിപ്പെടുന്നതിന് പകരം എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ തിരിച്ചറിയുക. അത് ഏത് വ്യക്തികളുമായിട്ടാണോ സംവദിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അവസ്ഥയിൽ ഏതൊക്കെ അവസരങ്ങളാണോ ഏതൊക്കെ വ്യക്തികളാണോ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആ സോഴ്സിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. ഉടനെ ഞാനും തീരുമാനിച്ചു ഈ അൺനോൺ എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെ ആകട്ടെ അടുത്ത ദിവസത്തെ ക്ലാസ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആവലാതിപ്പെടുന്നതിനും ഈ അൺനോണിനെ കുറിച്ചാണ്. അൺനോണിനെ കുറിച്ച് ആവലാതിപ്പെടാതെ ആ അറിയാത്തതിനെ കുറിച്ച് കൂടുതൽ ചേർത്ത് പിടിക്കാൻ ഉള്ളൊരു ശക്തി നിങ്ങൾക്ക് ഏവർക്കും ലഭ്യമാകട്ടെ. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ട്രൂ സെൽഫിനെയും നമ്മളുടെ ഉള്ളിലുള്ള ട്രൂ പവറിനെയും തിരിച്ചറിയാൻ യൂണിവേഴ്സ് നമുക്ക് വഴിയൊരുക്കും. അത്തരം ഒരു അവസ്ഥയിലേക്ക് കരുത്തോടെ നടന്നെടുക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഈ ഒരു പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ഓർക്കുക. മൈ ഡിയർ യൂണിവേഴ്സ്, ഐ ഡോണ്ട് നോ ഹൗ, but I want to find my highest self. I want to find my true power. Please support me. I am giving in the hands of you, my dear Lord. എന്ന് പറഞ്ഞ് പൂർണ്ണമായും ആ യൂണിവേഴ്സിൽ വിട്ടുകൊടുക്കുക. അവസാനം ഇതുകൂടി ചേർത്ത് വെക്കുക. I know this situation is or this unknown is already solved. Thank you എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അന്നത്തെ ദിവസം പൂർത്തിയാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു.
സെഷൻ കഴിഞ്ഞതിന് മുൻപ് തന്നെ സുലൈഹ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാനുള്ളതെന്ന് വെയിറ്റ് നോക്കാം അല്ലെ? സുലൈഹ മാം പറഞ്ഞോളൂ. ഹായ് മാജിക് മാം, താങ്ക് യു ഓൾ. മോർണിംഗ്. ഞാൻ ആദ്യം തന്നെ ഹാൻഡ് റൈസ് ചെയ്തത് എനിക്കത് കഴിഞ്ഞ 6:30 യാത്ര, ഞാൻ ഇപ്പോ യാത്രയിലാണ്. ദ്വീപിൽ എത്തി, കേരളത്തിലുണ്ട്. നമ്മുടെ ബി മാജിക്കിലെ ഓരോ ടീം അംഗങ്ങളെയും കാണാൻ പറ്റുന്നവരെ കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ മാമിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാം. എപ്പോഴത്തെ പോലെ തന്നെ ക്ലാസ് നന്നായിരുന്നു. പക്ഷെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വാക്കിങ് എനിക്ക് 6:30 ചെറിയ മാറ്റം വരുത്തേണ്ടി വരുന്നു യാത്ര ആയതുകൊണ്ട്. അതിന്റെ കൂടെയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ പക്ഷെ എനിക്ക് മ്യൂട്ട് ഓണായത് അറിയില്ലായിരുന്നു, അൺമ്യൂട്ട് വെച്ചിരുന്നു. അപ്പൊ അതിന് സോറി ചോദിക്കുകയാണ്. മാം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. പിന്നെ ആ പ്രസന്റ് മൂമെന്റിൽ നിൽക്കുക, അത് മാം എപ്പോഴും പറയുന്ന പല ക്ലാസ്സിലും കിട്ടുന്ന പോലെ തന്നെ ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനും മോളും തൃശ്ശൂർ വന്നു. ഞങ്ങളെ പ്ലാനിൽ ഇന്നലെ തന്നെ തിരിച്ച് മലപ്പുറത്തേക്ക് പോകാനുള്ളതായിരുന്നു. തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഇവിടെ 2-3 പേര് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാനായിരുന്നു. പക്ഷെ മോൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരാളെ മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ളവർ എന്തോ തിരക്കിലൊക്കെ ആയിപ്പോയി. ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് ഷാജൻ സാറിന്റെ, നമ്മുടെ വിമാജിക്കുള്ള ഷാജൻ സാറിന്റെ വീട്ടിലാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത്രയും അടുത്ത ഒരു ഇടപഴകാൻ പറ്റുമെന്നും ഇങ്ങനെ എത്തുമെന്നും അതൊക്കെ വിചാരിക്കാതെ നടന്നതാണ്. മോൾക്ക് ഇന്നലെ പനിയായിട്ട് യാത്രയും ക്യാൻസലായി. അങ്ങനെ മോളിപ്പോ ഇവിടെ വീട്ടില് പനിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ബി മാജിക്കിലെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ശരിക്കും ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വർഷത്തെ പരിചയമില്ല, ഇതിൽ വന്ന ഈ കുറച്ച് മന്തുകളുള്ള പരിചയമാണ്. പക്ഷെ നമ്മുടെ ആ പോസിറ്റീവ് മൈൻഡും അല്ലെങ്കിൽ ആ ഒരു അടുപ്പമാണ് ഇവിടൊക്കെ എത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എവിടെയോ കിടക്കുന്ന ലക്ഷദ്വീപിലുള്ള ഞാൻ എങ്ങനെയാ ഇവിടെ എത്തുക, ഈ വീട്ടിലെത്തുക? അപ്പോ ഇതിന്റെ ഇടയിൽ എനിക്ക് പറയേണ്ടി വന്നതാണ്. അപ്പൊ ശരിക്കും മാമിന്റെ ക്ലാസ് ഓരോന്നും നമ്മളെ എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ബി മാജിക്കിലെ ഓരോ ക്ലാസ്സും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ആണ് ഇപ്പൊ നമ്മളെ ഇന്നലെ സ്ട്രക്ക് ആയപ്പോ ഞാൻ വിചാരിച്ചു ഒക്കെ പോയോ എന്താവും അവസ്ഥ, പക്ഷെ ഒക്കെ റെഡിയാവും, ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്ന് കരുതി ഉള്ള കാര്യങ്ങൾ നോക്കി ഈവനിങ് വരെ വെയിറ്റ് ചെയ്തു, റെഡി ആവാണെങ്കിൽ നീങ്ങാന്നുള്ള രീതിയിൽ. പക്ഷെ ഓക്കെ ആയില്ല. അപ്പൊ പിന്നെ ഗുളിക കൊടുത്ത് ഇവിടെ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്, കംഫർട്ടായിട്ട് കെയറിങ്ങിൽ. ഇപ്പൊ സാർ ഉണ്ട് പുറത്ത്. അപ്പോ ഞാന് സാറിനെയും കൂടി വീഡിയോയിലേക്ക് ഒന്ന് വിളിക്കുകയാണ് കേട്ടോ, പറഞ്ഞാൽ മാത്രല്ല. മേഡം കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, പറഞ്ഞല്ലോ. ഹലോ മേഡം പറഞ്ഞോളൂ പറഞ്ഞോളൂ. സുലൈഹ മാം മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂട്ട്. ഹായ് മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാന് ഇപ്പൊ ക്ലാസ് ഞാൻ പറയാലോ, നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവമാണ്. ഓരോ ദിവസവും നമുക്ക് അത് വന്നു ചേരുകയാണ്, അത് കറക്റ്റ് ആയിട്ട് വന്നു ചേരുകയാണ്. അറിയാതെ പോലും നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എങ്ങനെ ഒരു സംഭവം നമുക്ക് ഒരിക്കലും നടക്കുന്നുള്ളത്. അപ്പൊ അതെനിക്ക് ദൈവം കൊണ്ടുവന്നൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര നല്ലൊരു സുഹൃത്തിനെ നമുക്ക് അടുത്ത് കാണാനും അവരെ ഒരു എന്തെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവന്നതാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ താങ്ക്സ്, ഞാൻ കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ആ ഒരു ഇതായത് കൊണ്ടാട്ടോ ഇത്രയും ടൈം കളഞ്ഞത്. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ഇനി കിട്ടില്ലല്ലോ പറയാനും. ഒരേ വീട്ടിലിരുന്നിട്ട് നമ്മള് ബി മാജിക്കിലെ അംഗങ്ങള്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സുലൈഹ മാം, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഷാജിൻ സർ, ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരുപാട് സന്തോഷമായല്ലോ അല്ലെ സുലൈഹ മാം? ഓക്കെ, ഇനി ആർക്കാണ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. എനിബഡി? ഹലോ ഹലോ, മാജിക് മോർണിംഗ് മാം. ഹലോ ദിവ്യ മാം കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഞാൻ ഇത് സത്യം പറഞ്ഞ മാമിന്റെ ക്ലാസ് കേട്ടപ്പോ നല്ല സന്തോഷായി. എല്ലാ വട്ടത്തെയും പോലെ തന്നെ
എന്തെങ്കിലും എന്താ പറയാ മാമിന്റെ എക്സ്പീരിയൻസിലൂടെ പോകുന്ന കാര്യങ്ങള് നമുക്കും കൂടി പങ്കുവയ്ക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു അനുഭവമാണ് ആക്ച്വലി. പിന്നെ എന്താ പറയാ, ഇത് ലോ ഓഫ് സറണ്ടർ എന്നതുമായിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായും അവിടെ നമ്മൾ സറണ്ടർ ചെയ്യാൻ തന്നെയാണ്, നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നമുക്ക് ഇത് ഒരു തരത്തിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്നില്ല, വളരെ അൺനോൺ ആയിട്ട് തോന്നുമ്പോൾ ഞാൻ ലോ ഓഫ് സറണ്ടർ എന്ന് പറയുന്ന ഒരു ഫോർമുല അത് ചെയ്തു നോക്കാറുണ്ട്. പക്ഷെ പല കാര്യങ്ങളും അത് സക്സസ് ആവാറുണ്ട്. അതാണ് ചോദിച്ചത്. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ്. ഇതിൽ പുതുതായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പുതിയ പേരിൽ ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. Good morning. ഓക്കെ, ഫർഹ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. Good morning, ma'am. മാം, ഞാനിപ്പോ ന്യൂ മെമ്പർ ആണ്. 2 days ആയിട്ടുള്ളൂ ഈ ഒരു വെബിനാറും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, മാമിന്റെ ക്ലാസ് ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. നല്ലൊരു മോർണിംഗ് ആയിരുന്നു മാമിന്റെ ക്ലാസ്. എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മെന്റേഴ്സ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഓരോ ഇതിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് അതെന്താവും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ മാമിന്റെ ക്ലാസ് ഒരുപാട് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് തന്നിട്ടുള്ളത്. താങ്ക് യു. ഫർഹ, ഇയാളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? നിയമം അതുപോലെ എവിടെയാണ് പ്ലേസസ് എന്നൊന്ന് പറയാവോ? ഓക്കെ. എന്റെ പ്ലേസ് വരുന്ന കൊണ്ടോട്ടിയെന്നാണ്. ഞാനിപ്പോ സൈഡ് സാറിനെ ഓൾറെഡി അറിയാമായിരുന്നു, അങ്ങനെയാണ് ഈ ക്ലാസ്സിലോട്ട് അറ്റൻഡ് ചെയ്തത്. ഇപ്പോ സ്റ്റുഡൻസ് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫർഹ, താങ്ക് യു സോ മച്ച്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? നിങ്ങളുടെ പേരില്ല, അതുകൊണ്ടാണ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജാബിർ എന്നാണ്. ഞാൻ പെരിന്തൽമണ്ണ ആണ് വീട് വരുന്നത്. കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് നമുക്ക് സ്ഥാപനം ഉള്ളത്. ഡിജിബിസ്, അതുപോലെ തന്നെ യൂഫോറിക് കോഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു IT ഫേം ഉണ്ട്, അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സാറിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. മെഡിറ്റേഷനും അതുപോലെ തന്നെ മാമിന്റെ ക്ലാസ്സൊക്കെ ഓക്കെയാണ്, നല്ല പോസിറ്റീവ് എനർജി തരുന്നതാണ്. എനിവേ, താങ്ക് യു. വെൽക്കം. ഓക്കെ, താങ്ക് യു ജാബിർ സർ, താങ്ക് യു സോ മച്ച്. സെമീറ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാം പോയോ സെമീറ മാം? മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് പ്രവീണ മാം. ഇന്നത്തെ ക്ലാസ് വളരെ അധികം ഉപകാരപ്പെടുന്ന ക്ലാസ് തന്നെ ആയിരുന്നു. മാം സെന്റ് മാസ്റ്ററുടെയും സ്കോളറുടെയും ഒക്കെ കഥ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെതായ ആ ഒരു വാല്യൂ അറിയാൻ പറ്റി. അതുപോലെ എക്കാർട്ട് ടോളിയുടെ എക്സ്പീരിയൻസ് വെച്ച്, അതായത് അവരെഴുതിയ കഥ ഫുള്ള് കത്തി നശിച്ചു പോകുമോ എന്നുള്ള ആ ചിന്തയിൽ നിന്ന് അവർ മോചിതമായിട്ട് അവര് ഭാവിയിലുള്ള ആ ഒരു ആകാംക്ഷ അവര് വിട്ടുകൊടുക്കാൻ തയ്യാറായി. അതുപോലെ നമ്മളെല്ലാവരും ഇങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. അതുപോലെ നമുക്ക് ഈ നമ്മുടെ ഈ ബി മാജിക്കിലെ ക്ലാസ്സസോ കേട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഇതിനുള്ള ശക്തി വന്നിട്ടുണ്ട്. മുമ്പൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല, വിട്ടുകൊടുത്തിരുന്നില്ല. അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും, പിന്നെ അതിനെപ്പറ്റി ആവലാതിപ്പെടും. അതുപോലെ നമ്മുടെ എല്ലാ സെൽഫ് കോൺഫിഡൻസും അതിന് നഷ്ടപ്പെടും. ഈ പ്രവീണ മാമിന്റെ ക്ലാസ്സുകൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്യത്തില്. അതുപോലെ നമ്മുടെ മതത്തിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കണം എന്നുള്ളൊരു കാര്യം. നമ്മുടെ പുതിയ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഈ ഒരു അദൃശ്യ ശക്തി നമുക്ക് അതിനുള്ള ഒരു പോസിറ്റീവ് എനർജി തരും എന്നുള്ളൊരു കാര്യം നമ്മുടെ മതത്തിലും അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മുടെ
ആ ഒരു വിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യാറുള്ളത്. താങ്ക് യു മാം, താങ്ക് യു ബി മാജിക്. വെൽക്കം. താങ്ക് യു. താങ്ക് യു സമീറ മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാണെങ്കിൽ ഗുഡ് മോർണിംഗ് മാം. എനിക്ക് വീഡിയോ ഓൺ ഗുഡ് ചെയ്യാം. മോർണിംഗ്. അതെ, ഇന്നത്തെ ക്ലാസ് വളരെ 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 നല്ലതായിരുന്നു. ഞാൻ ഇടയ്ക്കൊരു ബുക്ക് വായിച്ചായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞു, പ്രപഞ്ചം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റുന്നെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വന്ന് ചേരേണ്ട ഒന്നിനു വേണ്ടി ആയിരിക്കും. അത് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. അതിന്റെ ആ കാലം കഴിഞ്ഞ് നഷ്ടപ്പെടേണ്ടത് എന്തായാലും ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന പലതും നഷ്ടമാവും. അതിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുള്ളതാവും. പിന്നെ അതുപോലെ ഒന്നും മാം പറഞ്ഞല്ലോ, നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നിറഞ്ഞു പോയാൽ പിന്നെ അതിലോട്ട് ഒന്നും വന്നു ചേരില്ലല്ലോ. അതുകൊണ്ടാവും പലതും ഇങ്ങനെ മാറ്റപ്പെടുന്നത്. അന്നത് കേട്ടിട്ട് എനിക്ക് അത്ര ഇത്. പക്ഷെ ഇന്നത്തെ മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ ശരിയാ, നമ്മള് നാളത്തെ കുറിച്ച് ചിന്തിക്കണ്ട, വരുന്നതെല്ലാം നല്ലതെന്ന് കരുതിയാൽ മതി. എനിക്ക് ആ വായിച്ച് തന്നെ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മേഘ. താങ്ക് യു. വെൽക്കം. താങ്ക് യു മാഡം. മാം ഒരു കാര്യം പറയട്ടെ, ആ അഫർമേഷൻ ഒന്നും കൂടെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മൈ ഡിയർ യൂണിവേഴ്സ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് രീതിയിലാണോ പ്രാർത്ഥനയിൽ നമ്മൾ ഏത് വാക്കുകളാണോ ഉപയോഗിക്കുന്നത് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. മൈ ഡിയർ ഗോഡ്, മൈ ഡിയർ യൂണിവേഴ്സ്, ഐ ഡോണ്ട് നോ ഹൗ, എനിക്കറിയില്ല എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുന്നു എന്ത് തന്നെയാണെങ്കിലും, ബട്ട് ഐ വോണ്ട് ടു ഫൈൻഡ് മൈ ഹയസ്റ്റ് സെൽഫ്. നാളെ ആ ഒരു അവസ്ഥയിൽ എന്ത് തന്നെയാണെങ്കിലും എന്റെ ഏറ്റവും നല്ല മികച്ച ഒരു വ്യക്തിത്വം എനിക്ക് അവിടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഐ വോണ്ട് ടു ഫൈൻഡ് മൈ ട്രൂ പവർ. എന്റെ മുഴുവൻ ശക്തി, എന്റെ ശക്തി എന്താണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി പ്രാർത്ഥന സ്വീകരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ ചെറിയ മാറ്റം കൊണ്ടുവരുന്നു എന്ന് മാത്രം. ആൻഡ് മേക്ക് ഇറ്റ് എവിഡന്റ്ലി ക്ലിയർ ദാറ്റ് വൺസ് ഐ സീ ഇറ്റ്, അത് നിങ്ങൾക്ക് മലയാളത്തിൽ പറയാനും, ഒരിക്കൽ എനിക്ക് അതിലേക്ക് ആ വഴിയിലേക്ക് ആവശ്യമായ ഒരു ക്ലിയർ സൈൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ പിന്തുടർന്ന് മുന്നോട്ട് പോകും. അതായത് എനിക്കിപ്പോ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കടക്കണം എന്ന് എനിക്കറിയില്ല. പ്ലീസ് ഹെൽപ് മീ ടു ഫൈൻഡ് സം പീപ്പിൾ ഓർ സം ഇവന്റ്സ്. അപ്പൊ അതിനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നെ അതിനെ തേടുകയാണ്. ഇതെങ്ങനെയൊക്കെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നാളെ എങ്ങനെ ചെയ്താൽ ഇത് ശരിയാവും എന്ന് നോക്കുന്നതിന് പകരം ഈ സിറ്റുവേഷൻ എനിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം. അവസാനം ഇതുകൂടി കൂട്ടിച്ചേർക്കുക. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ദിസ് സിറ്റുവേഷൻ ഈസ് ഓൾറെഡി സോൾവ്. ഇത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു എന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനയുടെ പൂർണ്ണമായും. അപ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അത് നമ്മുടെ മുന്നിലുള്ളതിനെ സ്വീകരിക്കാൻ, അതിൽ എന്ത് വേണമെന്ന് ചിന്തിക്കാൻ സ്പേസ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇത്തരം കുറച്ച് സെന്റൻസ് നിങ്ങൾക്ക് തന്നെ സ്വയം എഴുതി ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു മാനസിക തലത്തിന്റെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിലേക്ക് നടക്കാൻ ഇത്തരം അഫർമേഷൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആക്കുന്ന രീതിയിൽ ഒന്ന് എഴുതി കണ്ടെത്തി അതൊന്ന് എഴുതി വെക്കുക. എപ്പോഴും അത് പറയാൻ ശീലിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് മാം. വെൽക്കം സമീറ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. നല്ലൊരു അഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പ്രവീണ മാം ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും അത് ചെയ്യാൻ ബുദ്ധിമുട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് ആവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. നിങ്ങൾ ഫീഡ്ബാക്ക് പറയാനൊന്നും ആരും ഇല്ല എന്ന് കരുതുന്നു. ഇനി ആർക്കും ഇല്ലല്ലോ? ഓക്കെ, ഫൈൻ. നമ്മുടെ പുതിയ പ്രോഗ്രാം, പുതിയതല്ല, ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈബ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോൺഫിഡൻസ് ക്ലബ്ബ്, നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മോട്ടിവേഷൻ രീതിയിലുള്ള ക്ലാസ്സുമാണ് വരുന്നത്. അതിൽ സേഫ് സാർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സൺഡേ ആണ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അത് ഈ ഒരു സൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
ഞങ്ങളെ അറിയിക്കാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ഓക്കെ ഫൈൻ. ദെൻ ഈ ഒരു സെഷനിൽ ഇനി ആർക്കും ഡൗട്ട്സും ഫീഡ്ബാക്ക് ഒന്നും ഷെയർ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഇല്ല, ഓക്കെ. അപ്പൊ പ്രവീണ മാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്ത പ്രവീണ മാമിനും നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത് നിങ്ങൾ ബിമാജിക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, Pravina ma'am. Thank you. Thank you all.